ഗവർണർ കം ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ഗസ്റ്റ് ഹൗസിലേക്ക് ഇന്നലെ വന്നതിൻ്റെ ദൃശ്യങ്ങൾ, SFIയുടെ പ്രതിഷേധം ഒക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഡൽഹിയിൽ പോയി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇവിടെ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കൂടി ഒന്ന് കണ്ടു കേട്ടു നോക്കുക. അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഗവർണർ സ്ഥാനത്തിരുന്നുകൊണ്ട്, ഒരു ഭരണഘടനാ പദവിയിലിരുന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലൊരു മലയാളീകരിച്ച് പറഞ്ഞാൽ അതേതാണ്ട് ഇങ്ങനെയാണ്: കാവി നിറം കണ്ണിന് കുളിർമ നൽകുമെന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. ബഹുകേമം. ഞങ്ങൾ മുമ്പൊരു വീഡിയോയിൽ പറയുന്നൊരു വാക്കുണ്ട്, സമീകരണം. അതായത് ആൾക്കാരെ പറ്റിക്കാൻ സമീകരണം നടത്തും. അവിടെ എങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഖുറാനിൽ, പിന്നെ ഗീതയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഒന്നല്ലേ? അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഇതിനെ എതിർക്കുന്നു എന്ന് പറയുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ. ഇത് ഹിന്ദുയിസം അല്ല പറയുന്നത്, ഹിന്ദു മതത്തെ പറ്റിയല്ല പറയുന്നത്, ഇത് ഹിന്ദുത്വയാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധി നമ്മുടെ ജനങ്ങൾക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഒന്ന് വ്യാഖ്യാനിക്കുക, ഒരു അനാലിസിസ്. കാവി നിറം കണ്ണിന് കുളിർമ നൽകുമെന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേരളത്തെ കാവ്യവൽക്കരിക്കാൻ തന്നെയാണ് പോകുന്നത്. ഞാൻ കേരളത്തെ കാവ്യവൽക്കരിക്കാൻ തന്നെയാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം ഹിന്ദുത്വ അജണ്ട പ്രഖ്യാപിക്കുന്ന ഒരു ഗവർണർ ഈ രാജ്യത്ത് വേറെ ഉണ്ടാവില്ല. അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോ. അപ്പൊ ഈ ഭാഷയിലെ ഒരു അഹങ്കാരം, ഈഗോ, പിന്നെ ഹിന്ദുത്വ വിധേയത്വം, ഒരു മുസ്ലിം സമുദായത്തിൽ ജനിച്ച വളർന്ന് പഠിച്ചു വന്ന ഒരാളുടെ ഹിന്ദുത്വ വിധേയത്വം, അത് ഇത്ര പരസ്യമായിട്ട് ഗവർണർ പദവിയിൽ നിന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഗവർണർ, ഇതൊക്കെ നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്ന് പറയുക. എന്താ പറയുക? അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രാചീന ക്ഷേത്രങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം. അതിനാൽ കാവ്യവൽക്കരണം അനിവാര്യമാണ്. എങ്ങനെയുണ്ട്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രാചീന ക്ഷേത്രങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം, അതുകൊണ്ട് കാവ്യവൽക്കരണം അനിവാര്യമാണ്. കാവ്യവൽക്കരണത്തിന്റെ മറ്റൊരു പേരാണ് ഹിന്ദുത്വ, RSS അജണ്ട, സംഘപരിവാർ അജണ്ട. അപ്പൊ അത് കേരളത്തിൽ നടപ്പാക്കിയേ തീരൂ എന്നാണ് ഇവിടുത്തെ ഭരണഘടനാ തലവൻ, കേരള സർക്കാരിന്റെ തലവനാണല്ലോ ഗവർണർ പറയുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് സമനില തെറ്റിപ്പോയ സ്വന്തം പദവിയെക്കുറിച്ചുള്ള പിന്നെ മമത എന്താണ്, അല്ല ആ പദവിയോടുള്ള ബഹുമാനം എന്താണ് എന്നിവിടെ നമ്മൾ വായിച്ചു നോക്കണം. ഇനി 3, കണ്ണൂരിന്റെ ചരിത്രം ബ്ലഡി ഹിസ്റ്ററി. ബ്ലഡി ഫൂൾസ് ക്രിമിനൽസ് എന്നൊക്കെ പറയുന്ന ഒരു ഗവർണറുടെ പദപ്രയോഗങ്ങളെ പറ്റി നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതും അടുത്ത ഘട്ടമാണ്. അതായത് കണ്ണൂരിന്റെ ചരിത്രം ബ്ലഡി ഹിസ്റ്ററിയാണ്. അതെ, ബ്ലഡ് ഒഴുകിയിട്ടുണ്ട് കണ്ണൂരിൽ. കണ്ണൂരിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് നടന്ന സമരങ്ങൾ, കയ്യൂർ കരിവള്ളൂർ സമരങ്ങൾ, മറ്റ് പ്രക്ഷോഭങ്ങൾ, വെടികൊണ്ട് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ വെടികൊണ്ടിട്ട് എത്ര പേര് മരിച്ചിട്ടുണ്ട്? സമരം ചെയ്തവര് തൂക്കുകയറിൽ ജീവൻ ഒടുക്കേണ്ടി വന്നിട്ടില്ലേ ബ്രിട്ടീഷ് കോടതി വിചാരണയിലൂടെ? പിന്നെ ജനായത്ത ഭരണം വന്നിട്ടും കണ്ണൂരിനെ വെറുതെ വിട്ടോ കോൺഗ്രസ് സർക്കാർ, കേന്ദ്രം ഭരിക്കുന്ന കോൺഗ്രസ്? അന്ന് കണ്ണൂരിന്റെ ചരിത്രം ബ്ലഡി ഹിസ്റ്ററിയാണെന്ന് ഒരു ഗവർണർ പറയുക. ഇദ്ദേഹത്തിന് എന്താ പറ്റിയത്? കണ്ണൂരിന്റെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കണം, പോരാട്ടത്തിന്റെ ചരിത്രം എന്താണെന്ന് വായിച്ചു നോക്കണം. എന്നിട്ട് അതിനെ അപമാനിക്കുകയാണ്. ഒരു ഗവർണർ സ്ഥാനത്തിരുന്നു കൊണ്ട് കണ്ണൂരിന്റെ സമരചരിത്രം എന്ന് പറയുന്നത് ബ്ലഡി ഹിസ്റ്ററി ആണെന്ന് അപമാനിക്കുകയാണ്. പക്ഷെ ഞങ്ങളതിൽ ബ്ലഡ് എടുക്കുന്നു, രക്തം വാർന്ന് മരിച്ചവര്, അടികൊണ്ട് രക്തം പൊടിഞ്ഞവര്, അവരുടെ ചരിത്രം, ജീവിതം, അത് നിങ്ങളുടെ ബ്ലഡി ഹിസ്റ്ററിയിൽ നിന്ന് ഞങ്ങൾ ആ ബ്ലഡ് മാത്രം എടുത്തിട്ട് പറയുകയാണ്, മിസ്റ്റർ ഗവർണർ നിങ്ങൾ ചെയ്യുന്നത് ഒരു വലിയ അപരാധമാണെന്ന് തിരിച്ചറിയുക.
ഇനി 4, എനിക്ക് ആകെ ഉത്തരം നൽകാനുള്ളത് ഇന്ത്യൻ പ്രസിഡന്റിനോട് മാത്രമാണ്. ഐ ആം നോട്ട് ആൻസറബിൾ ടു ദ ഇലക്റ്റഡ് ഗവൺമെന്റ് ഓഫ് കേരള എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ജനങ്ങൾ വൻ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുത്ത 99 സീറ്റിൽ ജയിപ്പിച്ച് വീണ്ടും പിണറായി സർക്കാരിനെ അധികാരത്തിലെത്തിച്ച ജനങ്ങളുടെ മുമ്പിൽ എനിക്കൊരു ബാധ്യതയുമില്ല. ഐ ആം ആൻസറബിൾ ഓൺലി ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇത്രയും അഹന്തയോടെ ഇത്രയും പഠിപ്പുള്ള ഒരു മനുഷ്യൻ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇതിൻ്റെയൊക്കെ ബാക്കി പറയേണ്ടത്? നിങ്ങളാണ് സ്വയം തോറ്റുപോകുന്നത് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ. നിങ്ങൾ സ്വയം നഗ്നനാവുകയാണ്. SFI കുട്ടികൾ സമരം ചെയ്തു, പ്രതിഷേധിച്ചു, അവരെ അറസ്റ്റ് ചെയ്തു, കേസെടുത്തു, കൊണ്ടുപോയി പോലീസ്. അത് നിങ്ങൾ ഗവർണർ സ്ഥാനത്തിരുന്നു കൊണ്ട് ചാൻസലർ പദവിയെ ദുരുപയോഗം ചെയ്തതുകൊണ്ട്. നിങ്ങൾ ഗവർണറാണ്, അപ്പം നിങ്ങളെ പോലീസ് സംരക്ഷിക്കണം, സ്വാഭാവികം. പോലീസ് അവരെല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കി. SFI പ്രവർത്തകരുടെ നേതാക്കളെ കേസെടുത്തു. കേസിന്റെ വഴിക്ക് പോകട്ടെ. അപ്പൊ ഇത് ഒരു ഗവർണർക്ക് ഇങ്ങനെ പറയാമോ? അത് നിയമ വിദഗ്ധർ അഭിപ്രായം പറയട്ടെ, ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഇത് ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് പ്രസിഡൻഷ്യൽ സ്റ്റേറ്റ് ഒന്നുമല്ല. ഓൺലി ആൻസറബിൾ ടു പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസിഡൻഷ്യൽ സ്റ്റേറ്റ് ഒന്നുമല്ല. ഇതൊരു ജനായത്ത പാർലമെന്ററി സമ്പ്രദായമാണ്. ജനമനസ് വൻ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുത്തൊരു സർക്കാരിനെ അവഹേളിച്ചുകൊണ്ട് 2 കൊല്ലം വരെ ബില്ലുകളിൽ അടയിരുന്നിട്ട് അത് കോടതി ഇടപെട്ടപ്പോൾ അത് ഒരെണ്ണം ഒപ്പിട്ടിട്ട് ബാക്കി രാഷ്ട്രപതിക്ക് അയച്ച ഈ മഹാനെ കുറിച്ച് എന്താ പറയേണ്ടത്? അപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഭരണസ്തംഭനം ഉണ്ടാക്കുക. SFIയുടെ പ്രതിഷേധം അതാണ്. വിദ്യാർത്ഥി സമൂഹം പ്രതിഷേധിക്കും. പക്ഷെ നിങ്ങൾ ഗവർണർ ആയതുകൊണ്ട് തടയാൻ പാടില്ല, കാരണം തടഞ്ഞാൽ കേസ് വേറെയാവും എന്നാണ് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. പക്ഷെ നിങ്ങളുടെ ലെവല് ഇപ്പൊ ഈ കാലിക്കറ്റ് സർവകലാശാലയിലെ ഈ സംഭവത്തോടുകൂടി നിങ്ങളുടെ ലെവല് എവിടേക്ക് പോയി, താഴേക്ക് പോയി നിങ്ങൾ സ്വയം ഒന്ന് വിചാരിക്കുക. നിങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പൂർണ്ണ നഗ്നനായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തിരി തുണി ബാക്കിയുണ്ടെങ്കിൽ അത് സംരക്ഷിക്കാൻ ശ്രമിക്കുക, അടിവസ്ത്രമെങ്കിലും സംരക്ഷിക്കുക. അല്ലാതെ നിങ്ങളിപ്പം നഗ്നനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഗവർണർ ഈ ഒരു പരിഷ്കൃത സമൂഹത്തിന് കേരളത്തിൽ ആവശ്യമുണ്ടോ? എന്തൊരു ദുരന്തമാണെന്ന് ആലോചിക്കണം. ഇനി ഇതിനകത്ത് 1-2 കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. കാരണം ഈ നിലവാരമില്ലായ്മ യുവതലമുറയെ, അദ്ദേഹം ഒരു അപ്പൂപ്പന്റെ മുത്തച്ഛന്റെ റോളുണ്ട് അദ്ദേഹത്തിന്റെ പ്രായവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ, യുവതലമുറയെ, ചെറുപ്പക്കാരെ, പ്രതിഷേധിക്കുന്ന ചെറുപ്പക്കാരെ ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിക്കുന്ന ആ നാവുണ്ടല്ലോ, ആ നാവ് വളരെ സൂക്ഷിക്കണം. ആരായിക്കോട്ടെ, ഏത് കുട്ടികളായിക്കോട്ടെ, ഏത് ചെറുപ്പക്കാരായിക്കോട്ടെ, കോളേജ് വിദ്യാർത്ഥികളായിക്കോട്ടെ, അവർ KSU SFIയോ ഏതും ആയിക്കോട്ടെ, അവരെ ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിക്കാൻ ഒരു സംസ്ഥാനത്തിന്റെ ഭരണ തലവനായ ഗവർണർക്ക് തോന്നുക എന്ന് പറയുന്നത് ഇത് ഒരു തവണയല്ല, പലതവണ അദ്ദേഹം ഇവിടുത്തെ കുട്ടികളെ, വിദ്യാർത്ഥികളെ ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിക്കുകയാണ്. എന്തൊരു മഹാദുരന്തമാണ് ഈ മനുഷ്യനെന്ന് പറയാതെ വയ്യ.